സൗദി അറേബ്യയെക്കുറിച്ച് നമ്മുടെ പല മുൻവിധികളും തിരുത്താൻ സമയമായിരിക്കുന്നു. എല്ലാ തുറകളിലും സൗദി വനിതകൾ വിസ്മയകരമായ മുന്നേറ്റമാണിപ്പോൾ നടത്തിവരുന്നത്. അറബ് മേഖലയിലെ തന്നെ ഏറ്റവും പ്രമുഖ ഇംഗ്ലീഷ് പത്രമായ സൗദി ഗസറ്റിൻ്റെ മുഖ്യ പത്രാധിപസ്ഥാനം വഹിക്കുന്നത് ഒരു സൗദി വനിതയാണ്. പേര് സുമയ്യ അൽ ജബ്രാത്തി. സൗദി വനിതകൾ നടത്തിവരുന്ന നിശബ്ദമായ ഈ മുന്നേറ്റത്തെക്കുറിച്ച് സുമയ്യ അൽ ജബ്രാത്തി മനസ്സ് തുറക്കുന്നു. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട നാടാണെന്നാണ് സൗദി അറേബ്യയെപ്പറ്റി പലരുടെയും ധാരണ. അങ്ങനെയാണ് മുഖ്യധാരാ മാധ്യമങ്ങളും പടിഞ്ഞാറും പ്രചരിപ്പിച്ചത്. സൗദി അറേബ്യയെക്കുറിച്ചുള്ള ഈ മുൻധാരണയെ അടിസ്ഥാനമാക്കുകയാണ് വിവിധ മേഖലകളിൽ സൗദി വനിതകൾ നടത്തുന്ന മുന്നേറ്റം. രാജ്യത്തെ പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രമായ സൗദി ഗസറ്റിന്റെ എഡിറ്റർ ഇൻ ചീഫ് സ്ഥാനത്തേക്ക് വരെ സൗദി വനിതകൾ എത്തിയിരിക്കുന്നു. ആൺകോയ്മയുടെ നാടാണ് സൗദി എന്ന കുറ്റപ്പെടുത്തലുകൾക്ക് ലഭിച്ച ചുട്ട മറുപടിയാണ് സുമയ്യ അൽ ജബ്രാത്തിയുടെ എഡിറ്റർ ഇൻ ചീഫ് നിയമനം. മതത്തിന്റെ വിധിവിലക്കുകളിൽ നിന്ന് വനിതകൾക്കിവിടെ സ്വാതന്ത്ര്യവും അവകാശങ്ങളുമുണ്ട്. 150 അംഗ സൗദി ഷൂറയിൽ ഇപ്പോൾ 30 പേർ സ്ത്രീകളാണ്. അവസാനമായി നടന്ന ലണ്ടൻ ഒളിമ്പിക്സിൽ 2 സൗദി വനിതാ താരങ്ങൾ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സൗദി സ്ത്രീകൾ മുൻപന്തിയിലാണ്. ലോകത്തെ ഏറ്റവും വലിയ വനിതാ കലാശാലയായ റിയാദിലെ നൂറ ബിൻത് അബ്ദുറഹ്മാൻ സർവകലാശാലയിൽ ആയിരക്കണക്കിന് പെൺകുട്ടികളാണ് വിദ്യ അഭ്യസിക്കുന്നത്. രാജ്യത്തിന് പുറത്ത് വിദ്യാഭ്യാസം നേടുന്ന 2.5 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളിലും പെൺകുട്ടികളാണ് കൂടുതൽ. പക്ഷേ എല്ലായിടത്തും എന്ന പോലെ സൗദി സ്ത്രീകൾക്കും പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. പത്രങ്ങളിലും റേഡിയോയിലും ടെലിവിഷനിലും സൗദി വനിതകൾ തങ്ങളുടെ സ്ഥാനം അടയാളപ്പെടുത്തുന്നുണ്ട്. രാജ്യത്തെ പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രങ്ങളായ അറബ് ന്യൂസിലും സൗദി ഗസറ്റിലും അനുഭവ പരിചയമുള്ള മാധ്യമപ്രവർത്തകയാണ് സുമയ്യ അൽ ജബ്രാത്തി. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അവർ സൗദി ഗസറ്റിന്റെ എഡിറ്റർ ഇൻ ചീഫായി നിയമിതയായത്. അറബ് ആംഗലേയ മാധ്യമ രംഗത്തെ കുലപതിമാരിൽ ഒരാളായ ഖാലിദ് അൽ മൈനയുടെ പിൻഗാമിയായിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ശിഷ്യ കൂടിയായ സുമയ്യ ഈ സ്ഥാനത്തെത്തുന്നത്. 13 വർഷം അറബ് ന്യൂസിലും സൗദി ഗസറ്റിലുമായി അനുഭവ പാരമ്പര്യമുള്ള സൗദി ഗസറ്റിന്റെ ഡെപ്യൂട്ടി എഡിറ്റർ ഇൻ ചീഫ് സുമയ്യ അൽ ജബ്രാത്തി അങ്ങനെ അറബ് ലോകത്ത് മുഖ്യ പത്രാധിപ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ വനിതയായി. യോഗ്യതയുടെ പിൻബലത്തിലാണ് ഈ ഉത്തരവാദിത്വം തന്നിൽ ഏൽപ്പിക്കപ്പെട്ടതെങ്കിലും തനിക്ക് സംഭവിക്കുന്ന ഓരോ വീഴ്ചയും സൗദി സ്ത്രീകളെ ബാധിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. Difficulties and challenges that women face worldwide, even in the West. And I think that the best countries where women are treated most fairly are countries like Finland and Netherlands and Sweden. All right. Otherwise, there are injustices happening even in the West. However, given the fact that Saudi Arabia states that its constitution is Islam, all right, so I believe that always raises expectations, all right, and I tend to believe that Islam does a lot of justice, that has done all the justice to women, all right, to Muslim women, but the problem is there is always a difference between what's supposed to be and what is in reality, yeah, and I find that one of the major problems in women having all the rights that they should have here in Saudi Arabia has to do a lot with ignorance. All right, whether it's men or it's women, women do not know all their rights and men do not know all their duties. സൗദിയിലെ സ്ത്രീകൾക്ക് ധാരാളം അവസരങ്ങൾ രാജ്യത്ത് ലഭിക്കുന്നുണ്ട്. സൗദി സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ടവരാണെന്ന തരത്തിൽ ലോകമാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതിനാലാണ് തനിക്ക് ലഭിച്ച അംഗീകാരം ഇത്രയധികം ആഘോഷിക്കപ്പെടുന്നതെന്ന് സുമയ്യ പറഞ്ഞു. സൗദിയെക്കുറിച്ചുള്ള ധാരണകൾ തിരുത്താൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. മാധ്യമപ്രവർത്തകരെ രാജ്യത്തേക്ക് ക്ഷണിക്കുകയും മുൻവിധികൾ മാറ്റി നിർത്തി വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ വിലയിരുത്താൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യാറുണ്ട്.
We often have Western journalists coming to Saudi Arabia, and we often tell them that what is the point of you coming here, seeing things for yourself, asking questions when you go back and write exactly the same thing according to what you already have in your mind. I think the reason there is such negative propaganda has to do with unethical reporting, and it has to do with reporters not approaching their assignments with an open mind. ഇസ്ലാമിക സംഹിതയ്ക്കുള്ളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വവും പരിലാളനയും ലഭിക്കുന്നുണ്ട്. ഈ രീതി പിന്തുടരുന്ന സൗദിയിൽ സ്ത്രീകൾക്ക് അർഹമായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും ലഭിക്കുന്നുണ്ട്. പടിഞ്ഞാറിന്റെ അളവുകോൽ ഉപയോഗിച്ച് സ്വാതന്ത്ര്യത്തെ അളക്കുമ്പോൾ ഏറ്റക്കുറച്ചിൽ കാണും. വിദ്യ നേടാനും ജോലി കരസ്ഥമാക്കാനും മുമ്പത്തേക്കാൾ കൂടുതൽ സൗദി സ്ത്രീകൾ മുന്നോട്ട് വരുന്നുണ്ട്. അവരുടെ കാഴ്ചപ്പാടുകളിൽ വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്. തൊഴിൽ മന്ത്രാലയവും മറ്റ് ഏജൻസികളും വലിയ പരിഗണന വനിതകൾക്ക് നൽകുന്നുമുണ്ട്. വനിതകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കാത്തത് തൊഴിൽ രംഗത്ത് അവർക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് സുമയ്യ തുറന്നു പറയുന്നു. ഇന്ത്യയെക്കുറിച്ചും സൗദിയിലെ ഇന്ത്യൻ പ്രവാസികളെക്കുറിച്ചും വലിയ മതിപ്പാണ് സുമയ്യയ്ക്ക്. 3 തവണ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. ഒരു രാജ്യത്തിനകത്ത് മറ്റനേകം രാജ്യങ്ങൾ, വ്യത്യസ്തമായ ഭാഷ, സംസ്കാരം, ഭക്ഷണം. അതിനാൽ ഒരു ഭാഗത്ത് സന്ദർശനം നടത്തിയിട്ട് ഇന്ത്യ ഇങ്ങനെയാണെന്ന് പറയുന്നത് തെറ്റാണെന്നാണ് സുമയ്യ വിലയിരുത്തുന്നത്. എന്നാൽ സ്വരാജ്യ സ്നേഹവും ഐക്യബോധവും ഒത്തൊരുമയും ഇന്ത്യക്കാരെ കണ്ടു പഠിക്കണമെന്നാണ് ഇവരുടെ പക്ഷം. പ്രവാസി ഇന്ത്യക്കാർ നടത്തുന്ന സാമൂഹ്യ പ്രവർത്തനവും ആത്മാർത്ഥതയും മാതൃകാപരമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽദാതാക്കളിലൊന്നാണ് സൗദി അറേബ്യ എന്ന രാജ്യം. ആഗോള സമൂഹത്തിന്റെ മുൻവിധികൾ തിരുത്താനും അതേസമയം ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് സൗദി സമൂഹത്തിന് കൃത്യമായ കാഴ്ചപ്പാടുകൾ നൽകാനും ഈ അറബ് ആംഗലേയ മാധ്യമ പ്രവർത്തകയും സഹപ്രവർത്തകരും നടത്തുന്ന പരിശ്രമങ്ങൾ ഫലം കാണാതെ പോകില്ല ഒരിക്കലും.